പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായം 18-ാമത്തെ തിരുവചനം ഇപ്രകാരമാണ് എന്ന് പറഞ്ഞ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. പറയാവോ? അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. എന്നോട് പറയാവോ? അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. അപ്പം നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ? ആ വിശ്വാസത്താൽ തന്നെ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് നമ്മുടെ ആരുടെയും പ്രത്യേകമായ യോഗ്യത കൊണ്ടല്ല, ദൈവം നമുക്ക് നൽകിയ കൃപയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ ദാനമാണ് വിശ്വാസം എന്ന് പറയുന്നത്. അത് മാമോദിസായിലൂടെ സഭ നമുക്ക് നൽകിയിരിക്കുകയാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കാനുള്ള വിളി, യോഗ്യത, അതിനുള്ള കൃപ, അതിനുള്ള അഭിഷേകം, ആ വിശ്വാസത്തിൻ്റെ കൃപ നമുക്ക് കിട്ടി. ആ വിശ്വാസത്തിൻ്റെ കൃപ കിട്ടിയപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് ആ വചനം പറയുന്നത്? ഇനി ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആരും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. നെഞ്ച കൈവച്ച വചനം എന്ന് പറഞ്ഞേ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആരും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. കണ്ട് എത്രയോ വലിയ ആ യേശുവിലുള്ള വിശ്വാസത്തിലൂടെ നമ്മളിൽ സംഭവിക്കുന്ന എന്താണ്? എല്ലാ ശിക്ഷാവിധിയിൽ നിന്നും നമ്മൾ മോചിതരാകുക. അപ്പോൾ ഉള്ളിൽ ഒരുപാട് കുറ്റബോധവും നിരാശയും സങ്കടവും ഒന്നും നമ്മൾ കൊണ്ടു നടക്കണ്ട. നീ യേശുവിലാണോ വിശ്വസിക്കുന്നത്? ഞാൻ യേശുവിലാണോ വിശ്വസിക്കുന്നത്? യേശുക്രിസ്തുവിലൂടെ ആ വിശ്വാസം വഴി എല്ലാ തരത്തിലുമുള്ള ശിക്ഷയിൽ നിന്നുള്ള മോചനമാണ് കർത്താവ് നമുക്ക് നൽകുന്നത്. വീണ്ടും പറയാണ്, ദൈവത്തിൻ്റെ പറഞ്ഞ്, ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കുക മൂലം നേരത്തെ തന്നെ വിശ്വസിക്കായിക മൂലം, എന്നോട് പറഞ്ഞേ, വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. കേട്ടോ, വിശ്വസിക്കാൻ കൃപ ലഭിക്കാത്തവർ നേരത്തെ തന്നെ എന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു? ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്തോ ഒരു ഭാഗ്യപ്പെട്ടവരാണ്. നമ്മളിതിന് നന്ദി പറയുന്നുണ്ടോ? ഈശോയിൽ വിശ്വസിക്കാനുള്ള ആ വലിയ ഭാഗ്യം, സഭയുടെ ഒരു മകനായിരിക്കാനുള്ള, സഭയുടെ ഒരു മകളായിരിക്കാനുള്ള, ദൈവ പൈതലായിരിക്കാനുള്ള ആ വലിയ സൗഭാഗ്യത്തെ ഓർത്ത് നമ്മൾ എന്നും ദൈവത്തിന് നന്ദി പറയും. പ്രൈസ് ദി ലോർഡ്. ഇന്നിപ്പോൾ നമ്മളിവിടെ ആയിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചേർന്നിരിക്കുവാണ്. നമ്മുടെ വിശ്വാസം നമ്മൾ ആഘോഷിക്കുകയാണ്. വിശുദ്ധ കുർബാന അർപ്പിച്ചും ദൈവവചനം പഠിച്ചും പ്രാർത്ഥിച്ചും ഒന്നിച്ചുകൂടിയും ഒന്നായി നിന്നും ദൈവരാജ്യത്തിന് വേണ്ടി വേലയെടുത്തും നമ്മൾ നമ്മുടെ വിശ്വാസ ജീവിതം ആഘോഷിക്കുകയാണ്. പറഞ്ഞേ, നമ്മൾ നമ്മുടെ വിശ്വാസ ജീവിതം ആഘോഷിക്കുകയാണ്. ഈ വിശ്വാസം നമ്മൾ പ്രഘോഷിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ വരികയും പോവുകയും, ദേവാലയത്തിൽ വരികയും പോവുകയും ഈ വിശ്വസിക്കുന്നവരുടെ കൂടെ ഒന്നായി മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ വിശ്വാസ ജീവിതം പ്രഘോഷിക്കുകയാണ്. പറഞ്ഞേ, നമ്മൾ നമ്മുടെ വിശ്വാസ ജീവിതം പ്രഘോഷിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ, വിശുദ്ധ പൗലോസ്ലീഹയുടെ ലേഖനമാണ് റോമാക്കാർക്കെഴുതിയ ലേഖനം 10:17 നമ്മളിങ്ങനെ വായിക്കുവാണ്. വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. പറയാവോ? വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അപ്പം എന്തിനാ വചനം പ്രഘോഷിക്കപ്പെടുന്നത്? എന്തിനാ വചനം പ്രഘോഷിക്കപ്പെടുന്നത്? ഇപ്പം മഞ്ചപ്പള്ളി അച്ഛൻ ആദ്യം വചനം പ്രസംഗിച്ചു, അതിനുശേഷം നമ്മുടെ മാത്യു അച്ഛൻ വചനം പ്രസംഗിച്ചു, ഇപ്പം ഞാൻ നിങ്ങളോട് വചനം പ്രസംഗിക്കുന്നു. എന്തിനാ വചനം പ്രഘോഷിക്കപ്പെടുന്നത്? നമ്മുടെ ഏറ്റവും വലിയ അമൂല്യ നിധിയായ ഈ വിശ്വാസം കാത്തു സൂക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസം കാത്തു സൂക്ഷിക്കപ്പെടണം, വിശ്വാസം സംരക്ഷിക്കപ്പെടണം, വിശ്വാസം നമ്മളിൽ വളരണം, വിശ്വാസത്തിന് നമ്മൾ സാക്ഷികളാകണം, വിശ്വാസത്തിന് നമ്മൾ ധൈര്യപൂർവ്വം പ്രഘോഷിക്കണം, നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ആഘോഷിക്കണം.
അപ്പം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കപ്പെടുന്നത്. നിങ്ങളുടെ തന്നെ ഉള്ളിലൊരു ബോധ്യം വരണം. എന്ത് ബോധ്യമാണ് വരേണ്ടത്? ഞാൻ എന്തിനാ ബുധനാഴ്ച ഇങ്ങോട്ട് വരുന്നത്? ഞാൻ എന്തിനാ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നത്? ഈ നോമ്പ് കാലഘട്ടത്തിൽ ഞാൻ എന്തിനാ എന്നും പോയി പള്ളിയിൽ പോയി വിശുദ്ധ ബലി അർപ്പിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? ആരെങ്കിലും നമ്മളോട് ചോദിക്കുവാണെങ്കിൽ നമുക്ക് പറയാൻ ഉത്തരവുണ്ടോ? എനിക്ക് തന്നെ ഞാൻ ചെയ്യുന്ന ആത്മീയ കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യം എന്താണ്? എന്തിനു വേണ്ടിയിട്ടാ? ഒന്ന് പറഞ്ഞേ, എന്തിനു വേണ്ടിയിട്ടാ? ദൈവം എനിക്ക് ദാനമായി നൽകിയിരിക്കുന്ന ഈ വിശ്വാസം എന്നിൽ വളരണം. ഹല്ലേലൂയ. അപ്പോൾ പൗലോസ്ലീഹ പറയുകയാണ്, എപ്പോഴാണ് വിശ്വാസം വളരുന്നത്? എന്ത് ചെയ്താലാണ് വിശ്വാസം വളരുന്നത്? എപ്പോഴാണ് വിശ്വാസം സംരക്ഷിക്കപ്പെടുന്നത്? എപ്പോഴാണ് വിശ്വാസം പ്രഘോഷിക്കപ്പെടുന്നത്? എപ്പോഴാണ് വിശ്വാസം ആഘോഷിക്കപ്പെടുന്നത്? വചനം വളരെ കൃത്യമായിട്ട് പറയുന്നു, വിശ്വാസം വളരണമെങ്കിൽ, വിശ്വാസം പ്രഘോഷിക്കപ്പെടണമെങ്കിൽ, വിശ്വാസം ആഘോഷിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? വചനം കേൾക്കണം. വിശ്വാസം കേൾവിയിൽ നിന്നാണ്. ഹല്ലേലൂയ. വിശ്വാസം കേൾവിയിൽ നിന്നാണ്. കേൾവിയോ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നാണ്. അപ്പോൾ ആരെങ്കിലും ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നില്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഒത്തിരി പേരെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഒത്തിരി പേരെ, ഒത്തിരി വൈദികരെ, സിസ്റ്റേഴ്സിനെ, ആത്മായ പ്രേക്ഷിതരെ കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ജനത്തിൻ്റെ വിശ്വാസം വളരുന്നത്, വിശ്വാസം സംരക്ഷിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. അപ്പോൾ വചനം പ്രഘോഷിക്കപ്പെട്ടാൽ മാത്രം പോരാ, ഇത് കേൾക്കണം. ഹല്ലേലൂയ. ഇത് കേൾക്കണം. ആര് കേൾക്കണം? ആരാ കേൾക്കേണ്ടത്? നമ്മളെല്ലാവരും കേൾക്കണം. സ്നേഹ സിസ്റ്ററും കേൾക്കണം. എല്ലാവരും കേൾക്കണം. കാരണം എന്താണ്? എല്ലാവരുടെയും വിശ്വാസം വളരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്നത് വിശ്വാസം കേൾവിയിൽ നിന്ന്. അപ്പം വിശ്വാസം കുറഞ്ഞു പോകുന്നത്, വിശ്വാസം നമ്മളിൽ സൃഷ്ടിച്ചു പോകുന്നത്, ഈശോ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കുന്നതിന് മുമ്പ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എല്ലായിടത്തും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്തായിരുന്നു ആ ചോദ്യം? എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നവോ? അപ്പം വിശ്വാസം ചോദിച്ചറിഞ്ഞിട്ടാണ് കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. അവരുടെ വിശ്വാസരാഹിത്യം മൂലം അവിടെ അത്ഭുതങ്ങളൊന്നും പ്രവർത്തിച്ചില്ല എന്ന് വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവരുടെ വിശ്വാസം കണ്ട് കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ വിശ്വാസം വളരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം വളരണം. പ്രിയപ്പെട്ടവരെ, ഇപ്പം നിങ്ങളിവിടെ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ശുശ്രൂഷകളിൽ കടന്നു വന്ന് പങ്കെടുത്ത് വിശ്വാസത്തെ വളരെ കാര്യമായിട്ട് കരുതുന്നവരും സൂക്ഷിക്കുന്നവരും വളർത്തുന്നവരും ഒക്കെയാണ്. പക്ഷേ നമ്മുടെയൊക്കെ തോളോട് തോൾ ചേർന്ന് നടക്കുന്നവരെ, വീട്ടിലുള്ളവരെ, നാട്ടിലുള്ളവരെ, ഇടവകയിലുള്ളവരെ ഒരിക്കൽ പോലും ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നില്ല എങ്കിൽ, ഈ വചന ശുശ്രൂഷയിൽ നിന്ന് അവർ പരിപൂർണമായിട്ട് പുറത്താണെങ്കിൽ അവർക്ക് എന്ത് സംഭവിക്കുമെന്നാണ് വചനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. അവർക്ക് അവരുടെ വിശ്വാസം സംരക്ഷിക്കാൻ പറ്റാതെ വരും. അവർക്ക് അവരുടെ വിശ്വാസം പ്രഘോഷിക്കാൻ പറ്റാതെ വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആ സമരയക്കാരി സ്ത്രീ ആരാണ് യേശുവെന്ന് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ, അവൾ യേശുവിനെ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ, യേശു കൊടുക്കുന്ന വിടുതൽ അവൾ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ അവൾ എന്താ പറഞ്ഞത്? അവൾ പോയി അടങ്ങി ഒതുങ്ങി വീട്ടിൽ പോയി ഇരിക്കുകയല്ല ചെയ്തത്. പിന്നെ എന്താ ചെയ്തത്? അവളുടെ പട്ടണത്തിലേക്ക് ചെന്നിട്ട് അവൾ പറയാം, നിങ്ങളും പോയി അവനെ കാണ്, നിങ്ങളും പോയി അവനെ കാണ്, നിങ്ങളും പോയി അവനെ കാണ്. അവളുടെ വാക്ക് നിമിത്തം അനേകം പേര് എങ്ങോട്ടോടിയെന്ന വചനം പറയുന്നത്? ഈശോയെ അന്വേഷിച്ചോടി. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, വിശ്വാസം കൈമാറി കൊടുക്കേണ്ടതാണ്. വിശ്വാസം എല്ലാവരിലേക്കും നമ്മൾ എത്തിക്കേണ്ടതാണ്. നമ്മൾ ആ വിശ്വാസം വളരണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് പറയണം, ഇങ്ങനൊരു ശുശ്രൂഷയുണ്ട്, വാ പങ്കെടുക്ക്, കർത്താവ് ഇടപെടും. നിരാശപ്പെടേണ്ട കാര്യമില്ല, സങ്കടപ്പെടേണ്ട കാര്യമില്ല. ഈശോയെ അറിഞ്ഞാൽ, ഈശോയിൽ വിശ്വസിക്കാൻ തുടങ്ങിയാൽ ഈ ലോകത്തിലെ ഏതെങ്കിലും ചില കാര്യങ്ങൾക്ക് മാത്രമല്ല ഉത്തരം, പിന്നെ എന്താണ്? നിത്യശിക്ഷ. അത് ഒഴിവായി പോകുന്നു. നിത്യമായുള്ള രക്ഷയിലേക്ക് നമ്മൾ കടന്നു വരുന്നു. പലതേറുമീർത്തി പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 21-ാമത്തെ വചനം എന്താണെന്നറിയാവോ? എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ എന്ന് പറഞ്ഞ്, അവൻ തൻ്റെ ജനത്തെ
എന്ത് ചെയ്തു? പാപത്തിൽ നിന്ന് രക്ഷിക്കും. ഹല്ലേലൂയ. എവിടെ നിന്നാണ് രക്ഷിക്കുന്നത്? പാപത്തിൽ നിന്ന്. പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് നമ്മൾ ചെയ്തു പോയ എല്ലാ തിന്മകളുടെയും പരിണതഫലമായിട്ട് നമുക്ക് ലഭിക്കേണ്ട ശിക്ഷയിൽ നിന്ന്, പാപത്തിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിക്കും. ഹല്ലേലൂയ. യേശു ആരാണ്? ഞാൻ വിശ്വസിക്കുന്ന ദൈവം യേശുക്രിസ്തു ആരാണെന്നുള്ള ഒരു അടിയുറച്ച ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. എൻ്റെ പരിപാലകനാണെന്നോ, എൻ്റെ സംരക്ഷകനാണെന്നോ, എൻ്റെ നാഥനാണെന്നോ, എൻ്റെ നല്ലയിടയനാണെന്നോ, എൻ്റെ കർത്താവാണെന്നോ, അങ്ങനെ ഏത് രീതിയിൽ പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ ഒരു അടിയുറച്ച ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. അതെന്താണ്? യേശു എൻ്റെ രക്ഷകനാണ്. പറഞ്ഞേ, യേശു എൻ്റെ രക്ഷകനാണ്. ഒന്നുകൂടെ പറഞ്ഞ്, യേശു എൻ്റെ രക്ഷകനാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 11-ാമത്തെ തിരുവചനം എങ്ങനെയാണ്? ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ. ആരാ? നിങ്ങൾക്കായിട്ട് ആരാ ജനിച്ചത്? രക്ഷകൻ. അപ്പം രക്ഷകൻ ആരാ? ഈശോയാ. അപ്പം ഈശോ എനിക്ക് ആരാ? ഈശോ എൻ്റെ രക്ഷകനാ. ഈശോയ്ക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റുള്ളൂ. ഈശോയ്ക്ക് മാത്രമേ എന്നെ രക്ഷിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. ഈശോയ്ക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റുള്ളൂ. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. യേശു രക്ഷകനാ. അവർക്ക് പറഞ്ഞ് യേശു രക്ഷകനാ. യോഹന്നാന്റെ സുവിശേഷം 3:17 നമ്മളിങ്ങനെ വായിക്കുകയാണ്. ദൈവം തൻ്റെ പുത്രനെ, പറഞ്ഞേ, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അപ്പം നമ്മുടെയും ലോകത്തുള്ള ഓരോ ദൈവ പൈതലിൻ്റെയും രക്ഷ ആരിലൂടെയാണ്? ഈശോയിലൂടെയാണ്. അതുകൊണ്ട് എല്ലാവരുടെയും രക്ഷ സാധ്യമാകാൻ വേണ്ടി എല്ലാവരും ആരെ അറിയണം? ഈശോയെ അറിയണം. എല്ലാവരും ഈശോയെ അറിയണം എന്ന് ഞാനും നിങ്ങളും പറയുമ്പോൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്: എല്ലാവരും യേശുവിനെ അറിയാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാവരും ഈശോയെ അറിയാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? അതിനുത്തരം നമ്മൾ ഓരോരുത്തരെയാണ് പറയേണ്ടത്. ഹല്ലേലൂയ. നമ്മൾ പറഞ്ഞു, വചനം കൊട്ടെ, യേശു ആണ് രക്ഷകൻ, എല്ലാവരുടെയും രക്ഷകൻ യേശുവാണ്. അപ്പോൾ യേശുവിലൂടെയാണ് രക്ഷ എന്ന് പറയുമ്പോൾ യേശുവിനെ അറിയാത്തവർക്ക് രക്ഷപ്പെടാൻ പറ്റാതെ വരില്ലേ? അപ്പോൾ യേശുവിനെ അറിയിക്കേണ്ടത്, യേശുവാകുന്ന രക്ഷയിലേക്ക് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി കൂട്ടിക്കൊണ്ടുവരേണ്ടത് ആരുടെ കടമയാണ്? ഓരോ ക്രൈസ്തവൻ്റെയും കടമയാണ്, നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 7:25 നമ്മളിങ്ങനെ വായിക്കുക: തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. ഹല്ലേലൂയ. അതായത് യേശുക്രിസ്തുവിലൂടെ, യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച്, യേശുവിൽ വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ യേശുവിലൂടെയുള്ള രക്ഷ നിശ്ചയമാണ്, അത് പൂർണ്ണമാണ്, അത് ഉറപ്പാണ്. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയൊരു സന്തോഷത്തിൻ്റെ സദ്വാർത്ത. എന്താ പറഞ്ഞു? എന്നിട്ടോ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് പറഞ്ഞ്, സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് യേശു. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷകൻ. ഹല്ലേലൂയ. അതായത് ഇത് നമ്മൾ 50 നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിച്ച് കടന്നു പോകുമ്പോൾ ഈശോയുടെ പീഡാസഹനം എന്തിനു വേണ്ടിയായിരുന്നു? ഈശോയുടെ അതിദാരുണമായ കുരിശുമരണം എന്തിനു വേണ്ടിയായിരുന്നു? ഈശോ എന്തിനു വേണ്ടിയിട്ട് എത്രയും വലിയ പീഡകൾ സഹിച്ചത്? എൻ്റെയും നിങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്നെയും നിങ്ങളെയും ലോകം മുഴുവനെയും യേശുവെന്ന നാമത്തിൽ വിശ്വസിക്കാൻ തയ്യാറാകുന്ന എല്ലാ മക്കളുടെയും പാപത്തിൻ്റെ പരിഹാര ബലിയാണ് യേശു. ഹല്ലേലൂയ. അപ്പോൾ ആ പരിഹാര ബലിയായി യേശുവിലൂടെയാണ് നമ്മുടെ എല്ലാവരുടെയും രക്ഷ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:31 നമ്മൾ വായിക്കുകയാണ്: സകല ജനത്തിനും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ആരാണ്? ഏതാണത്? സകല ജനത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ഏതാണ് കണ്ടത്? ഈശോ. ഈശോയാണ് രക്ഷകൻ. അപ്പോൾ ഈശോ എന്തുമാത്രം പീഡകൾ സഹിച്ചു, അത് മുഴുവനും എൻ്റെയും നിങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപത്തിനുള്ള പരിഹാര ബലിയായിരുന്നു. അപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്നവനെ ഒരിക്കലും പിശാചിനെ തകർക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഒരിക്കലൊരു
അമ്മച്ചി, ഒരു സഹോദരി ഇപ്രകാരം പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. കോഴി ഫാം നടത്തിയാണ് അവർ ജീവിക്കുന്നത്. നമുക്കും കോഴി ഫാമൊക്കെ ഉണ്ടല്ലേ, പന്നി ഫാം, കോഴി ഫാം. അപ്പോൾ അവരുടെ ഉപജീവന മാർഗം കോഴി ഫാമാണ്. ഈ കോഴി ഫാം നടത്തി നന്നായിട്ട് കുടുംബം സാമ്പത്തികമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവരുടെ കോഴി ഫാമിൽ നിന്ന് കുറേ കോഴികളിങ്ങനെ ചത്തുപോകാൻ തുടങ്ങി. സാധാരണ സംഭവിക്കാറില്ല, അങ്ങനെ ചത്തുപോകാൻ തുടങ്ങി. അപ്പം ഈ അമ്മച്ചി പറഞ്ഞു, പ്രാർത്ഥിക്കാൻ വന്നിട്ട് അമ്മച്ചി പറഞ്ഞു, ഈ കോഴി ഇങ്ങനെ ചത്തുപോകുന്ന എന്താണെന്ന് അറിയത്തില്ല, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം, നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ഉപജീവന മാർഗമായ ഈ കോഴി ചത്തുപോകാതിരിക്കാൻ വേണ്ടിയിട്ട്, അത് നിലനിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ ഈ അമ്മച്ചി പ്രാർത്ഥനാ സഹായമൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അമ്മച്ചി വിശ്വാസത്തോടെ അമ്മച്ചി പറഞ്ഞു, സിസ്റ്ററെ, അച്ഛൻ വെഞ്ചിരിച്ച വെള്ളം ഉണ്ടെങ്കിൽ ഇച്ചിരി തന്നുവിടാവോ? ഇപ്പം വെള്ളം, ആനാം വെള്ളം ഈ അമ്മച്ചിയുടെ കയ്യിൽ കൊടുത്തു വിട്ടു. ഈ അമ്മച്ചി ഈ ആനാം വെള്ളം കൊണ്ടുപോയി പിന്നെ കോഴി ഫാമിലെല്ലാം തളിച്ചു. കോഴി ഫാമിലെല്ലാം തളിച്ചപ്പം എന്ത് സംഭവിച്ചെന്നറിയാവോ? വേറെ ഒരു വീട്ടിൽ, കോഴി ഫാം നടത്തിക്കൊണ്ടിരുന്നവരുടെ വീട്ടിലെ കോഴികൾ ഇങ്ങനെ ചാകാൻ തുടങ്ങി. അപ്പം അത് ക്രിസ്ത്യാനിയല്ലായിരുന്നു, അത് ഹിന്ദുക്കളോ അങ്ങനെ വേറെ ഒരു മതസ്ഥരായിരുന്നു. അവരുടെ വിശ്വാസവും ആചാരവും വേറെ. അപ്പം ഇവിടുന്ന് ഈ ചേച്ചി കോഴി ഫാമിൽ നിന്ന് കോഴിയെല്ലാം ചത്തുപോകുകയെന്നും പറഞ്ഞ് ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്നിടത്ത് വന്നു. അവിടുന്ന് ആ കോഴിയെല്ലാം ചത്തുപോകാൻ തുടങ്ങിയപ്പം അവിടുന്ന് ആ അമ്മച്ചി അവരുടെ വിശ്വാസം അനുസരിച്ച് പോയി. അപ്പം അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ കളത്തിൽ വൈദികൻ കയറി, അതാ പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞു. മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങളുടെ കളത്തിൽ വൈദികൻ കയറി, അതാ പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞു. എന്താണ്? വൈദികൻ വെഞ്ചിരിച്ച വെള്ളം കൊണ്ട് ഈ കോഴിക്കൂട്ടിൽ തളിച്ചപ്പോൾ അവരുടെ ആഭിചാര പ്രവൃത്തിയുടെ ഫലമായിട്ടുണ്ടായ പൈശാചിക ശക്തി വിട്ടുപോയി, നിർവീര്യമായി പോയി. എന്ന് പറഞ്ഞാൽ ആ മറ്റേവരുടെ കോഴി ചത്തുപോയി എന്ന് പറഞ്ഞില്ലേ, ആ ചേച്ചി ഇവരുടെ കോഴികളെല്ലാം ചത്തുപോകാൻ വേണ്ടി മന്ത്രവാദം ചെയ്യിപ്പിച്ചു. അങ്ങനെ മന്ത്രവാദം ചെയ്യിപ്പിച്ചപ്പോൾ ഈ മന്ത്രവാദം പൈശാചിക ശക്തി ഉപയോഗിച്ച് അവർ മന്ത്രവാദം ചെയ്യിപ്പിച്ചപ്പോൾ ഈ അമ്മച്ചി എന്ത് ചെയ്തു? ഈ പൈശാചിക ശക്തികളെ തകർക്കാനുള്ള ശക്തിയൊക്കെ ഞങ്ങളുടെ വിശ്വാസത്തിനുണ്ട് എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അമ്മച്ചി ഓടി വന്ന് അച്ഛൻ വെഞ്ചിരിച്ച വെള്ളം മേടിച്ചുകൊണ്ട് വിശ്വാസത്തോടെ പോയിട്ട് കോഴിക്കൂട് മുഴുവൻ തളിച്ചു കഴിഞ്ഞപ്പം അവരുടെ പിശാചി വിട്ടുപോയി. പക്ഷേ തിരിച്ചടി എവിടെ കിട്ടി? അപ്പുറത്ത് കിട്ടി, ചെയ്തവർക്ക് കിട്ടി. അപ്പം പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, അതുകൊണ്ട് നമ്മൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വെഞ്ചരിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, വചന ശുശ്രൂഷയ്ക്ക്, ഇതിനെല്ലാത്തിനും വലിയ ശക്തിയുണ്ട്. ഹല്ലേലൂയ. ആ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ വളരണം. ആമേൻ. ഹല്ലേലൂയ. ഞാനൊരിക്കൽ ഒരു സഹോദരനെ ഫോണിൽ വിളിച്ചു. അദ്ദേഹം കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ ഫോണിൽ കൂടെ ഒരു അല്പസമയം ഞാൻ പ്രാർത്ഥിച്ചപ്പം പെട്ടെന്ന് ഇങ്ങനെ ഈശോ ഒരു മെസ്സേജ് തന്നു. അവരോട് താമസിക്കാതെ പെട്ടെന്ന് അടുത്ത ആഴ്ച ഞായറാഴ്ച എവിടെ ധ്യാനം ഉള്ളതെന്ന് നോക്കിയിട്ട് ധ്യാനത്തിന് പൊക്കോളാൻ പറയാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ തോന്നിച്ചു വന്ന് ധ്യാനത്തിന് പോകാൻ പറയാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളോട് ധ്യാനിക്കാൻ പോകാൻ കർത്താവ് പറയുന്നുണ്ടല്ലോ. അപ്പം ഈ ചേട്ടൻ പറഞ്ഞു, ഒരു സാറാണ്, ആ സാറിനോട് പറഞ്ഞു, എങ്കിൽ ഞങ്ങൾ പകുതി വെച്ചങ്ങ് പോയാലോ എന്നങ്ങനെ ആലോചിക്കുമെന്ന് പറഞ്ഞു. വീട്ടിലുള്ളവരെ പകുതി വീതം പോയാലോ ഒക്കെ നിങ്ങൾ പ്ലാൻ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുവാണേ. വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, വീട് പൂട്ടിയിട്ടിട്ട് എല്ലാവരും കൂടെ പോകാനാണ് പറഞ്ഞു. വീട് പൂട്ടിയിട്ടിട്ട് മക്കളെയും കൊച്ചുമക്കളെയും എല്ലാത്തിനെയും കൂട്ടിക്കൊണ്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഇവർ വീട് പൂട്ടിയിട്ടിട്ട് എല്ലാത്തിനെയും കൊണ്ട് ഇവർ ധ്യാനിക്കാൻ വന്നു. ധ്യാനത്തിൻ്റെ സമയത്ത് ഇങ്ങനെ വീണ്ടും ഇവർക്ക് കുമ്പസാരം എല്ലാം കഴിഞ്ഞ് കൗൺസിലിങ്ങിൻ്റെ സമയത്ത് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്, നിങ്ങളുടെ വീട്ടിൽ വന്ന് തേങ്ങ മേടിച്ചുകൊണ്ട് പോയത് ആരാണ്? നിങ്ങളുടെ വീട്ടിൽ വന്ന് തേങ്ങ മേടിച്ചുകൊണ്ട് പോയത് ആരാണ്? അപ്പം അയ്യോ, അത് കഴിഞ്ഞ ആഴ്ച സംഭവിച്ചു, ഒരാൾ വീട്ടിൽ വന്ന് തേങ്ങ മേടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് പെട്ടെന്ന് പിടികിട്ടി ആരാണ് തേങ്ങ മേടിച്ചുകൊണ്ട് പോയെന്നുള്ള ഓർത്ത് വരും. ഇവർ ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് സന്തോഷത്തോടെ വീട്ടിൽ ചെന്ന്
വലിയ ആനന്ദത്തോടെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുമ്പം അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു നിലവിളി ഉയരുകയാണ്. എന്താണ്? ഈ തേങ്ങ മേടിച്ചുകൊണ്ട് പോയി ഇവർക്കെതിരെ മന്ത്രവാദം ചെയ്തവർ പെട്ടെന്ന് അറ്റാക്കായിട്ട് മരിച്ചു. അപ്പം ഇവിടെ അത് സംഭവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഭിചാര പ്രവൃത്തി അവിടെ ചെയ്തപ്പോൾ കർത്താവിൽ വിശ്വസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവവൈതലിനെ ദൈവം എങ്ങനെ സംരക്ഷിക്കുന്നു നോക്കിക്കേ. ഇവര് കർത്താവിൻ്റെ വചനം കേൾക്കാൻ പോയി, കുദാശകളിൽ ആഴപ്പെട്ടു, നല്ല കുമ്പസാരം നടത്തി, നല്ല കൗൺസിലിംഗ് എടുത്തി, ആത്മീയമായിട്ട് ഇവർ ഒത്തിരി വളർന്നു. അപ്പോൾ ഇവരിലേക്ക് ആ തിന്മ കടന്നു വരാതെ ഇവർക്കെതിരെ ചെയ്ത പൈശാചിക തിന്മയെ കർത്താവ് ബന്ധിച്ച് നിർവീര്യമാക്കുന്നു. മനസ്സിലായോ? നമ്മൾ ധ്യാനം കൂടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ജപമാല ചെല്ലുമ്പോഴും നമ്മുടെ ഒരുമിച്ച് കൂടലിനൊക്കെ ശക്തി ഉണ്ടോ പ്രിയപ്പെട്ടവരെ? ഉണ്ടോ? ഉണ്ട്. അതുകൊണ്ട് ചിലരൊക്കെ ഈ കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ ചോദിക്കാറുണ്ട്, സിസ്റ്റർ ആരോ മന്ത്രവാദം ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, കൂടോത്രം ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, ഞങ്ങളെ നശിപ്പിക്കാൻ നോക്കുവാണെന്ന്. നമ്മൾ എന്തിനതിനെയൊക്കെ ഭയപ്പെടുന്നു? നമ്മൾ ഭയപ്പെടേണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ യേശുവിൽ നിന്ന്, ദൈവത്തിൽ നിന്ന്, ക്രിസ്തുവിൽ നിന്ന് ഞാൻ അകന്നാണ് നടക്കുന്നെങ്കിൽ, വിശുദ്ധ കുമ്പസാരമില്ലാതെ, കുർബാനയില്ലാതെ, ഒരു ധ്യാനമില്ലാതെ, ആത്മീയമായിട്ട് ഞാൻ വളരെ സൂക്ഷിച്ച അവസ്ഥയിൽ ദൈവത്തിൽ നിന്ന് അകന്നു കഴിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മാത്രമേ എന്തിനെ ഭയപ്പെടേണ്ടതുള്ളൂ? പിശാചിനെയും അവനിലൂടെ നടത്തപ്പെടുന്ന എല്ലാ ആഭിചാര പ്രവൃത്തികളെയും ഭയപ്പെടേണ്ടതുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നമ്മുടെ ഉള്ളിൽ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ അടിയുറച്ച ബോധ്യത്തോടുകൂടിയുള്ള വിശ്വാസമായിരിക്കണം. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തിന് എല്ലാ പൈശാചിക ശക്തികളുടെ മേലും എല്ലാ ആഭിചാര പ്രവൃത്തികളുടെ മേലും അധികാരമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. പിന്നെ എന്തിനാ നമ്മൾ അയൽവക്കംകാർ മന്ത്രം ചെയ്തു വെച്ചതുകൊണ്ടാണോ, അവർ കൂടോത്രം ചെയ്തു വെച്ചതുകൊണ്ടാണോ എൻ്റെ പന്നിയെല്ലാം ചത്തുപോയത്, എൻ്റെ കോഴിയെല്ലാം ചത്തുപോയത്, അല്ലേ എനിക്ക് രോഗം വന്നിരിക്കുന്നത്, ആശുപത്രിയിലായിരിക്കുന്നത് എന്നോർത്ത് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാത്തിൻ്റെ മേലും, ഈ പ്രപഞ്ചത്തിലുള്ള സകലത്തിൻ്റെ മേൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിനെ ഒരു പിശാചിനും തൊടാൻ പറ്റത്തില്ല, തകർക്കാൻ പറ്റത്തില്ല. ഇത് പറയുമ്പോഴും ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്, നമ്മൾ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് അനുതാപത്തോടെ കുമ്പസാരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം കേൾക്കണം. എൻ്റെ വിശ്വാസം വളരണം, എൻ്റെ വിശ്വാസം വളരണം. നമ്മളിങ്ങനെയൊക്കെ കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് വിശ്വാസം വളരുന്നത്. ആ വിശ്വാസം വളരുമ്പോഴാണ് നമുക്ക് ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളെയും സന്തോഷത്തോടെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്, ധൈര്യത്തോടെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്. ആമേൻ, ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. പലരുടെ നെഞ്ചിൽ കൊണ്ടു നടക്കുന്ന ഒരു ഭാരമാണ്, വിഷമമാണ്. അല്ലെ, അയൽവക്കംകാരൻ അങ്ങനെ ചെയ്തു, അവൻ ഇങ്ങനെ ചെയ്തു, എനിക്ക് നല്ല ബിസിനസ് ഉണ്ടായിരുന്നു, എൻ്റെ പന്നിഫാം നല്ലതായിരുന്നു, എൻ്റെ കോഴിഫാം നല്ലതായിരുന്നു, ഒരു കുഴപ്പമില്ലാതെ പൊയ്ക്കൊണ്ടിരുന്നതാ, ആരോ എന്തോ ചെയ്തു, ആരോ എന്തോ ചെയ്തു. ഇതൊന്നും നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരണ്ട, ഹൃദയത്തിലേക്ക് എടുക്കണ്ട. ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തോട്ടെ, നമ്മൾ നമ്മുടെ ദൈവത്തെ മുറുകെ പിടിക്കുക. ദൈവത്തിന് ശക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുവോ? 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 ഉണ്ട്. സർവശക്തനായ ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നമ്മൾ എപ്പോഴും ഏറ്റുപറയണം. ഹല്ലേലൂയ. ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് ഞാൻ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിന്മയ്ക്കും എന്നെ തകർക്കാൻ പറ്റത്തില്ല, ഒരു തിന്മയ്ക്കും. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി കുരിശിൽ അവയുടെ മേൽ വിജയം വരിച്ചുകൊണ്ട് പരസ്യമായവയെ അവഹേളനാപാത്രങ്ങളാക്കി. പറഞ്ഞ്, ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. തിന്മയുടെ എല്ലാ ആധിപത്യങ്ങളെയും, തിന്മയുടെ എല്ലാ ആധിപത്യങ്ങളെയും, അല്ലേ, മന്ത്രമാകട്ടെ, കൂടോത്രമാകട്ടെ, ഏലസാകട്ടെ, കൈവിഷമാകട്ടെ, ഏതെല്ലാം തരത്തിലൂടെ, ആരെല്ലാം ഏതെല്ലാം വിദ്യകളിലൂടെ, ഏതെല്ലാം ആഭിചാര പ്രവൃത്തികളിലൂടെ നമ്മളെ നശിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചാലും ദൈവത്തിൽ വിശ്വസിക്കുന്ന, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എനിക്കും നിങ്ങൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ക്രിസ്തു തന്നെയാണ് രക്ഷകൻ, ക്രിസ്തു തന്നെയാണ് സംരക്ഷകൻ. ആമേൻ, ഹല്ലേലൂയ. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി കുരിശിൽ അവയുടെ മേൽ വിജയം നേടി. ആമേൻ, ആമേൻ, ആമേൻ. സ്വരമുയർത്തി പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒന്നാമതായിട്ട് യേശു എൻ്റെ രക്ഷകനാണെന്നുള്ള വിശ്വാസം എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകണം.
മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നുള്ള ഒരു വലിയ ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. ഒന്നും നമ്മൾ ഭയപ്പെടേണ്ടതില്ല എന്നുള്ളൊരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. ഹല്ലേലൂയ. അതാണ് യേശുവിലുള്ള വിശ്വാസം വളരണം. യേശുവിലുള്ള വിശ്വാസം വളരണം. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം രക്ഷകനാണെന്നുള്ള വിശ്വാസം വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റൊന്നായിട്ട് നമ്മളിൽ ഉണ്ടാകേണ്ട മറ്റൊരു വിശ്വാസമാണ് നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം വരണം. വചനം പറയുകയാണ്, കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 12:9 പറയുകയാണ്, എന്നാൽ അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി. പറഞ്ഞ്, നിനക്ക് എൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ്, പറഞ്ഞ്, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളെക്കുറിച്ച് പ്രശംസിക്കും. ആമേൻ, ആമേൻ. ചിലപ്പം ചിലർ പറയാറുണ്ട്, ക്രിസ്തുവിൽ വിശ്വസിക്കാം, പക്ഷേ എനിക്ക് എന്നിൽ തന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ തീർത്തും ബലഹീനനാണ്. എനിക്ക് വിദ്യാഭ്യാസമില്ല, എനിക്ക് കഴിവില്ല, എനിക്ക് ആരോഗ്യമില്ല, അതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഒന്നും ചെയ്താൽ വിജയിക്കുകയില്ല. ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിലും വിജയിച്ചിട്ടില്ല. പരാജയപ്പെട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, പരാജയങ്ങൾ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് എനിക്ക് എന്നിൽ തന്നെയുള്ള വിശ്വാസം പൂർണ്ണമായിട്ട് പോയിരിക്കുന്നു. അതും ശരിയല്ല, അതും ശരിയല്ല. എന്നിൽ ആരാ വസിക്കുന്നത്? യേശുക്രിസ്തു നിങ്ങളിലുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ല, ഇല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ പരാജയപ്പെടും. അങ്ങനെയാ പൗലോസ് വചനം പറയുന്നത്, അല്ലേ? യേശുക്രിസ്തു നിങ്ങളിലുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ല, ഇല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ പരാജയപ്പെടും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്ന ക്രിസ്തു നമ്മളിലുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയാ, നിനക്ക് എൻ്റെ കൃപ മതി. പറഞ്ഞേ, എനിക്ക് എന്താ വേണ്ടത്? എനിക്ക് ദൈവത്തിൻ്റെ കൃപ മതി. ഹല്ലേലൂയ. ദൈവം എന്നിൽ വസിച്ചാൽ മതി, ദൈവം എന്നിൽ ഉണ്ടായാൽ മതി, ഞാൻ ദൈവത്തോട് കൂടെ ആയിരുന്നാൽ മതി. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മളിൽ തന്നെയുള്ള ഒരു വിശ്വാസവും ആത്മധൈര്യവും ഒരു പോസിറ്റീവ് ചിന്തയൊക്കെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും ചെയ്യാതെ വളരെ നിരാശരായി സങ്കടപ്പെട്ട് എവിടെയെങ്കിലുമൊക്കെ ഒതുങ്ങിക്കൂടാൻ തുടങ്ങും. അത് പാടില്ല. ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കുക. നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ ദൈവം നമ്മുടെ കൂടെ പ്രവർത്തിക്കുക. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക. നമുക്ക് കുറച്ച് ആത്മവിശ്വാസം വേണം. എനിക്കിത് പറ്റും, ഞാനിത് ചെയ്താൽ വിജയിക്കും, ഞാൻ അങ്ങനെ ചെയ്യണം, ഞാൻ ഇങ്ങനെ ചെയ്തേ പറ്റൂ. എല്ലാം ദൈവം തരുമെന്ന് പറഞ്ഞിരിക്കുവല്ല, ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക ചെയ്യുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വചനം ഒരിക്കൽ കൂടി ഒന്ന് പറയാമോ? വലത്തേർ ഉയർത്തി പറഞ്ഞ് എപ്പോഴൊക്കെ വിശ്വാസത്തോടെ വചനം പറയുന്നുണ്ടോ ആ വചനം നമുക്ക് വലിയ സൗഖ്യം തരുന്നുണ്ട്. ഒന്നും കൂടെ പറയാമോ? നിനക്കെൻ്റെ കൃപ മതി, നിനക്കെൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി. ഉണ്ടോ? ദൈവത്തിൻ്റെ ശക്തി പൂർണ്ണമായിട്ട് പ്രകടമാകുന്നത് ആരിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ബലഹീനരിലാണ്, അശക്തരിലാണ്. അത് നമ്മൾ മറക്കരുത്. ദൈവത്തിൻ്റെ വചനമാണത്. ഒന്ന് പറഞ്ഞേ, ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തി, ഒന്നുകൂടെ പറഞ്ഞേ, ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. നമ്മുടെ ബലത്തെക്കുറിച്ചല്ല, നമ്മുടെ ശക്തിയെക്കുറിച്ചല്ല, നമ്മുടെ പണത്തെക്കുറിച്ചല്ല, നമ്മുടെ സമ്പത്തിനെക്കുറിച്ചല്ല, നമ്മുടെ നേട്ടങ്ങളെക്കുറിച്ചല്ല പ്രശംസിക്കേണ്ടത്. പിന്നെ എന്താണ്? ഞാൻ എത്രത്തോളം ബലഹീനനായിരിക്കുന്നു, എത്രത്തോളം കഴിവില്ലാത്ത വ്യക്തിയായിരിക്കുന്നു, അതിനെക്കുറിച്ച്, എൻ്റെ കഴിവുകേടുകളെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും. എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കഴിവ് കേടിൽ നിരാശപ്പെടില്ല, അപകർഷതാബോധത്തിന് അടിമയാകുകയില്ല. മറിച്ച് ദൈവം, സർവശക്തനായ ദൈവം എന്നിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് കരങ്ങളൊന്ന് തുറന്നു പിടിച്ച് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ആരാധനയുടെ പ്രാർത്ഥനയിലൊക്കെ വരുമ്പോഴത്തേക്ക്
നമ്മളിങ്ങനെ നമ്മുടെ മനസ്സിടിഞ്ഞ് തകർന്ന് മുറിഞ്ഞ് കീറി വല്ലാതെ വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുക. എനിക്കതിന് പറ്റുന്നില്ലല്ലോ, എനിക്കിതിന് പറ്റുന്നില്ലല്ലോ, അവരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, എനിക്കൊന്നിനും ശക്തിയില്ലല്ലോ. അത് പറയരുത്. അത് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്തുവിലല്ല വിശ്വസിക്കുന്നത്. കർത്താവ് പറയാണ്, ക്രിസ്തുവിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കാൻ പോകുക. ക്രിസ്തുവിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിച്ചിരിക്കുക. കാരണം നീ ബലഹീനനായതുകൊണ്ട്, നീ രോഗിയായതുകൊണ്ട്, നീ വിചാരിക്കുന്നത് പോലെയുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ട് നിന്റെ ശക്തി എന്ന് പറയുന്നത്, നിന്നിലുള്ള ശക്തി എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശക്തിയാണ്. അതുകൊണ്ട് നീ ക്രിസ്തുവിനോടൊപ്പം മുന്നോട്ട് നീങ്ങുമ്പോൾ നിനക്കൊന്നും അസാധ്യമായിട്ടില്ല. അതോർത്ത് നീ ദൈവത്തിന് നന്ദി പറഞ്ഞ് കൂടുതൽ ശക്തനാകാനായിട്ടാണ് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:13 നമുക്ക് ഒരുമിച്ച് ഒന്ന് പറയാം. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പം ദൈവത്തിൽ വിശ്വസിക്കണം. എന്നിൽ തന്നെ ഒരു വിശ്വാസം വേണം. എന്നിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശക്തി എന്നിൽ വസിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു വിശ്വാസമാണ്. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, മറ്റുള്ളവരിലൊരു വിശ്വാസം വേണം. മറ്റുള്ളവരിൽ ഒരു വണ്ടിയെ കയറുമ്പം ആ ബസ്സിൻ്റെ ഡ്രൈവറിൽ അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറിൽ നമുക്കെന്ത് വേണം? ഒരു വിശ്വാസം വേണം. ഇല്ലേ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോവും. ഈ മനുഷ്യൻ വല്ലയിടത്തും കൊണ്ട് വണ്ടി മറിക്കുമോ അല്ലേ എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചിലപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോവും. അതുപോലെ നമുക്ക് മറ്റുള്ളവരിലൊരു വിശ്വാസം വേണം. ഹല്ലേലൂയ. എന്നോട് ഒരിക്കലും ഒരു സഹോദരി പറഞ്ഞു, എനിക്ക് എല്ലാവരിലും വിശ്വാസമുണ്ട്, പക്ഷേ എനിക്ക് വിശ്വാസമില്ലാത്ത എൻ്റെ ഭർത്താവിനെയാണെന്ന് പറഞ്ഞു. തീർന്നു പിന്നെ ആ ജീവിതം. എനിക്ക് വിശ്വാസമില്ലാത്ത എൻ്റെ ഭർത്താവിനെയാണ്. എൻ്റെ വിശ്വാസം അത് പണ്ടേ പോയി. അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ ഭർത്താവിനെ ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. എപ്പോഴും ഞാൻ എൻ്റെ ഭർത്താവിനെ വാക്കുകൾ കൊണ്ട് വല്ലാതെ മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. എപ്പോഴും അദ്ദേഹത്തെ ഞാൻ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. കാരണം ഇത് തുടങ്ങി ഞങ്ങൾ നല്ല സമാധാനമായിട്ട് ജീവിച്ചിരുന്നവരാണ്, ഞങ്ങൾ നല്ല സ്നേഹമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നവരാണ്. ഒരു കുഞ്ഞു സംഭവം ഉണ്ടായി. ആ സംഭവത്തിന് ശേഷം എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ ഭർത്താവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. എൻ്റെ ഭർത്താവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. വചനത്തിൽ പറയുന്നുണ്ട്, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക എന്ന് പറഞ്ഞ്, മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ വിശ്വസിക്കാൻ പറ്റിയില്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് സമാധാനം ഉണ്ടാകത്തില്ല, മറ്റുള്ളവർക്കും സമാധാനം ഉണ്ടാകത്തില്ല. എന്തെങ്കിലുമൊക്കെ കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ് എപ്പോഴും ജീവിത പങ്കാളികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മർദ്ദിച്ചുകൊണ്ടിരിക്കുക, സംശയാത്മകമായിട്ട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക, കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, കുത്തിമുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുക. ഇത് നമുക്ക് ചേർന്നതാണോ? ആണോ? വചനമെന്ന് പറഞ്ഞ് മർദ്ദനവും അതായത് ഫിസിക്കലി അല്ല, ശരീരത്തിൻ്റെ മർദ്ദനമല്ല ഉദ്ദേശിക്കുന്നത്. ചിലപ്പം ഭാര്യ ഭർത്താവിനെ ശരീരത്തിൽ മർദ്ദനം ഏൽപ്പിക്കുന്നില്ലായിരിക്കും, പക്ഷേ ഈ സംശയം ഭർത്താവിൽ വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഭാര്യയിൽ വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട് അവളെ ഒരു വിധത്തിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്ന ജീവിത പങ്കാളികളെ കണ്ടിട്ടുണ്ട്, ഭർത്താക്കന്മാരെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ചിലപ്പോൾ ശാരീരികമായിട്ട് അടിച്ച് ഉപദ്രവിക്കുകയായിരിക്കില്ല, തൊഴിച്ച് ഉപദ്രവിക്കുകയായിരിക്കില്ല, പക്ഷേ വാക്കുകൊണ്ടുള്ള മർദ്ദനം അത് അവസാനിപ്പിക്കണം. വാക്കുകൾ കൊണ്ടുള്ള മർദ്ദനം അത് അവസാനിപ്പിക്കണം. കുറ്റാരോപണം, ദുർഭാഷണം ഇത് അവസാനിപ്പിക്കണം. സംശയത്തോടെ ഒരു മനുഷ്യനെ നോക്കരുത്. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മറന്നു കളയണം, അതെല്ലാം ക്ഷമിക്കണം. ഒരിക്കലും ആ കണ്ണോടുകൂടി ജീവിത പങ്കാളിയെ കാണരുത്, വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. എൻ്റെ ജീവിത പങ്കാളിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടരുത്. അത് ഭാര്യയ്ക്ക് ഭർത്താവിലുള്ള വിശ്വാസം നഷ്ടപ്പെടരുത്, ഭർത്താവിന് ഭാര്യയിലുള്ള വിശ്വാസം നഷ്ടപ്പെടരുത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തിന്? കുടുംബ സമാധാനം നിലനിൽക്കാൻ. ഹല്ലേലൂയ. കുടുംബ സമാധാനം നിലനിൽക്കാൻ, ഭാര്യ ഭർത്തൃ സ്നേഹം വളരാൻ, മക്കളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ.
ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. ഏതൊക്കെയാണ്? മർദ്ദനവും, കുറ്റാരോപണവും, ദുർഭാഷണവും. അത് വിശ്വസിക്കുന്നില്ല എന്നുള്ളതിൻ്റെ അടയാളമാണ്. ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ വിശ്വസിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ചില അടയാളങ്ങളാണ് ഈ മർദ്ദനവും, ഈ കുറ്റാരോപണവും, ഈ ദുർഭാഷണവും. അത് നമുക്ക് ചേർന്നതല്ല. അതുവഴി നഷ്ടപ്പെടുന്നത് കുടുംബ സമാധാനമാണ്, കുടുംബത്തിൻ്റെ ഭദ്രതയാണ്, ജീവിത പങ്കാളിയുടെ സമാധാനമാണ്, പരസ്പരമുള്ള സ്നേഹമാണ്. ഇതൊരു വലിയ നഷ്ടം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഓർക്കുക, കർത്താവ് പറയുന്നു ഉണ്ടോ, തിരുവചനത്തിൽ പറയുന്നത്, മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കേൾപ്പിക്കേണ്ടി വരും. നിങ്ങളുടെ വാക്കുകൾ കേവലം അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ. ആ വചനം ഒന്ന് പറയാവോ? വലത്തേ ഉയർത്തി പറഞ്ഞേ. മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കേൾപ്പിക്കേണ്ടി വരും. നിങ്ങളുടെ വാക്കുകൾ കേവലം അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ. അതിനപ്പുറത്തുള്ളതെല്ലാം പിശാചിൽ നിന്ന് വരുന്നതാ, സാത്താനിൽ നിന്ന് വരുന്നതാ. പ്രിയപ്പെട്ടവരെ, ഒത്തിരി പേരുടെ കുടുംബജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ കേൾക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, കുടുംബത്തിൽ സമാധാനം സ്ഥാപിക്കാനുള്ളവരാ നിങ്ങൾ. അതിന് തടസ്സമായിട്ട് നിൽക്കുന്നതിനെ എല്ലാം നമ്മൾ എടുത്ത് കളയണം. എന്നും ഇങ്ങനെ കുറ്റാരോപണങ്ങളും തെറിയും ചീത്തയായിട്ട് ജീവിക്കരുത്. അത് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ നമ്മൾ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധനയ്ക്കിരിക്കുന്നു, ജപമാല ചെല്ലുന്നു, സാഞ്ചഭവനിൽ വരുന്നു, ബൈബിള് വായിക്കുന്നു, വചനം പഠിക്കുന്നു. ഇങ്ങനെയല്ല ആത്മീയമായ കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുകയും, എന്നാൽ കുടുംബത്തിലേക്ക് വരുമ്പോൾ, വീട്ടിലേക്ക് വരുമ്പോൾ, ജീവിത പങ്കാളിയുമായിട്ട് ഒരുമിക്കുമ്പോൾ, മക്കളോട് കൂടി ആയിരിക്കുമ്പോൾ അവിടെ കലഹമാണെങ്കിൽ, കുറ്റാരോപണമാണെങ്കിൽ, ദുർഭാഷണമാണെങ്കിൽ, കുറ്റപ്പെടുത്തലുകളാണെങ്കിൽ, ഇത് രണ്ടും തമ്മിൽ ഒരു പൊരുത്തവുമില്ല. കൂടെ ജീവിക്കുന്നവർക്ക് സമാധാനം ഉണ്ടാകണം. പരതീർമിരുത്തി ആമേൻ. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ സിസ്റ്റർ പറഞ്ഞത്, യേശു ക്രിസ്തുവിലാണ് വിശ്വസിക്കുന്നെങ്കിൽ ആ വിശ്വാസത്തോടൊപ്പം എനിക്ക് എന്നിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാകണം. അതായത് ക്രിസ്തുവിൻ്റെ ശക്തി എന്നിലുണ്ട്. ഞാൻ എത്രത്തോളം ബലഹീനനാണെങ്കിലും ക്രിസ്തുവിൻ്റെ ശക്തി എന്നിലുണ്ട്. പൂർവാധികം എൻ്റെ ബലഹീനതകളെ ഓർത്ത് ഞാൻ സന്തോഷിക്കത്തേ ഉള്ളൂ, കാരണം ക്രിസ്തുവിൻ്റെ ശക്തി എന്നിലുണ്ട്. അതാണ് രണ്ടാമത് സിസ്റ്റർ പറഞ്ഞത്. മൂന്നാമതായിട്ട് പറഞ്ഞത് എന്താണ്? എനിക്ക് ദൈവം തന്നിരിക്കുന്നവരിൽ വിശ്വസിക്കണം. എൻ്റെ ജീവിത പങ്കാളിയിൽ ഞാൻ വിശ്വസിക്കണം. ഒന്ന് മാത്രം ഞാൻ എടുത്ത് പറഞ്ഞ, എൻ്റെ മാതാപിതാക്കളിൽ ഞാൻ വിശ്വസിക്കണം, എൻ്റെ പ്രിയപ്പെട്ടവരിൽ ഞാൻ വിശ്വസിക്കണം. അവരെന്നെ വഞ്ചിച്ചാൽ അത് ദൈവം ഏറ്റെടുത്തോളും. നമ്മൾ അവിശ്വസിക്കരുത്. ഏറ്റവും വലിയ നൊമ്പരം എന്നറിയോ? നമ്മളെ സ്നേഹിക്കുന്നവരെ അവിശ്വസിക്കുന്നതാണ് ഏറ്റവും വലിയ നൊമ്പരം, ഏറ്റവും വലിയ മുറിവ്. ശരിയല്ലേ? ആണോ? അതെ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്കൊന്ന് കണ്ണോടിച്ച് നോക്കുക. ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? ആത്മീയമായിട്ട് ഒരുപാട് ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കുകയും നന്നായി പ്രാർത്ഥിക്കുകയും യേശുവിലുള്ള വിശ്വാസത്തിൽ വളരുകയും ചെയ്യുന്ന എനിക്ക് എൻ്റെ അവസ്ഥ എന്താണ്? അതൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യാനും, കുറവുകളെ കണ്ടെത്താനും, സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കാനും, കൂടുതൽ സൗഖ്യപ്പെട്ട ഒരു മനസ്സോടെ, വിടുതൽ നേടിയ ഒരു ഹൃദയത്തോടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും, ഈശോയാണ് രക്ഷകനെന്ന് മറ്റുള്ളവരോട് ഉച്ചസ്വരത്തിൽ പറയാനും, ആ സമരക്കാരി സ്ത്രീ പറഞ്ഞ പോലെ നിങ്ങളും വന്ന് കാണ് എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ ശുശ്രൂഷയിലേക്ക് മറ്റുള്ളവരെയൊക്കെ കൂട്ടിക്കൊണ്ടുവരാനും ആ വിശ്വാസം നമുക്ക് ആഘോഷിക്കാനും ഒക്കെ നമുക്ക് സാധിക്കണം.